ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിംനാസ് ഫുട്ബോൾ. അപ്പോൾ ഇതിന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് രാവിലെയോ വൈകിട്ടോ കറിയൊന്നും ഇല്ലാതെ നല്ല ചൂടോട് കൂടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ടർക്കിഷ് വിഭവമായിട്ടാണ് കേട്ടോ. അപ്പോൾ ടർക്കിഷ് പാൻ കേക്ക് എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ പേര്. പക്ഷെ നമ്മൾ ഏകദേശം പൊറോട്ടയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിലാണ് ഇത് കഴിക്കാനായിട്ട് പറ്റുക. എന്നാൽ പൊറോട്ട ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലല്ല, കുറച്ചും കൂടി വ്യത്യസ്തമായ രീതിയിലാണ് കേട്ടോ നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ചാനലിൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു പാൻ കേക്ക് റെസിപ്പി, പൊറോട്ടയെ വെല്ലുന്ന ഈ ഒരു പാൻ കേക്ക് റെസിപ്പി എങ്ങനെ തയ്യാറാക്കുക നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി റെഡിയാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇങ്ങനെയുള്ളൊരു ഗ്ലാസ് നിറയെ മൈദയാണ്. അപ്പോൾ മൈദയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് മൈദ ഒട്ടും ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലാത്തവരെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് ഇതേ സെയിം ക്വാണ്ടിറ്റിയിൽ ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ. പക്ഷെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി കിട്ടണമെന്നുണ്ടെങ്കിൽ മൈദ തന്നെ ആയിരിക്കും ഭേദം. അപ്പോൾ ഇതേ ഒരു ഗ്ലാസ് നിറയെ മൈദ ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മൈദയുടെ അളവ് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അതിനനുസരിച്ച് മൈദ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഇതേ ഈ ഒരു പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളു ഉപ്പും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മുടെ ഈ ഒരു അപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂണോളം ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ 2 ടീസ്പൂണോളം ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഓയിലും കൂടി ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത ഒരു ഉപ്പും എണ്ണയൊക്കെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് ചൂടുള്ള വെള്ളം ഒഴിക്കാനായിട്ട് പാടില്ല, അതേസമയം ഒരുപാട് തണുത്ത വെള്ളം ഉപയോഗിക്കാനായിട്ട് പാടില്ല. നമുക്ക് കൈയൊക്കെ കുത്താൻ പാകത്തിലുള്ള ചൂട് മാത്രം കേട്ടോ. അതായത് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഏകദേശം ചപ്പാത്തി മാവിനൊക്കെ കുഴച്ചെടുക്കുമല്ലോ, ആ രീതിയിൽ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുക. പിന്നെ കുഴച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നു എന്നൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ കയ്യിൽ തടവി കൊടുത്തതിന് ശേഷം നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇതുപോലുള്ള ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടൊക്കെ നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതേ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വിരൽ വെച്ചിട്ട് ഇങ്ങനെ തൊടുമ്പോൾ നമ്മുടെ വിരൽ മാവിൻ്റെ ഉള്ളിലോട്ട് പോകണം. അതാണ് മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത് കറക്റ്റ് പരുവെന്ന് പറയുന്നത്. ഇനി ഇത് ഒരു 30 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാവ് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഈ ഒരു മാവിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് കറക്റ്റ് ഒരു 30 അല്ലാന്നുണ്ടെങ്കിൽ ഒരു 45 മിനിറ്റ് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അപ്പോഴത്തെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച മാവ് ഒരു 30 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെയുള്ളൊരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാവ് ഒന്നും കൂടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് മാറും. ഇനി ഈ മാവ് നമുക്ക് ഈ ഒരു കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഈ മാവ് ഒന്ന് ഉരുട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കത്തി വെച്ച് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ ഒരു സമയം തന്നെ ഇത് ചുട്ടെടുക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അതിനായിട്ട് നമ്മൾ ഉരുട്ടി വെച്ച ഒരു മാവ് എടുക്കുക. അതിലോട്ട് നമ്മൾ പരത്തിയെടുക്കുന്നതിന് മുന്നേ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക. നമ്മളിങ്ങനെ പരത്തിയെടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ തടവി കൊടുത്തതിന് ശേഷം നന്നായിട്ട് നല്ല നൈസായിട്ട് അങ്ങോട്ട് പരത്തിയെടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് മൈദ ഒന്ന് വിതറി കൊടുക്കുക. അങ്ങനെ ചെയ്തെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ലെയറെങ്കിലും നമുക്ക് ഈ ഒരു പൊറോട്ടയെ പോലെ കുറച്ച് ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മൈദ ഒന്ന് വിതറി കൊടുക്കുക. അതിനുശേഷം ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഇതിനെ ഈ ഒരു സെൻറ്റർ ഭാഗത്തൊക്കെ നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ. അതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സെൻറ്റർ ഭാഗം ഇച്ചിരി കട്ടിയിലായിരിക്കും, അതൊന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ഭാഗത്ത് നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊണ്ടുവരിക. നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ ഏകദേശം ലെയറായിട്ട് ഉണ്ടാക്കുമല്ലോ, അതേ രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി പരത്തി കാണിച്ചു തരാം. നമ്മൾ പരത്തുന്നതിന് മുന്നേ കുറച്ച് ഓയിൽ അതിൽ തടവി കൊടുത്തതിന് ശേഷം നന്നായിട്ട് നല്ല നൈസായിട്ട് എത്രത്തോളം നിങ്ങൾക്ക് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം നല്ല നൈസായിട്ട് അങ്ങോട്ട് പരത്തിയെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് മൈദ ഒന്ന് വിതറി കൊടുക്കുക. മൈദ വിതരവൻ ശ്രദ്ധിക്കുക, ഒരുപാടായി പോകേണ്ട, കുറച്ച് മതി കേട്ടോ. എന്നിട്ട് ഇതേ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് സെൻറ്റർ ഭാഗമൊക്കെ ഒന്ന് ലൂസായി വരാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊണ്ടുവരാം.
അപ്പോഴത്തെ മുഴുവനായിട്ട് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് മറ്റൊരു പാത്രത്തിൽ ഒരു കോഴിമുട്ടയുടെ വെള്ള മാത്രം. ഇനി നിങ്ങൾക്ക് കോഴിമുട്ട മുഴുവനായിട്ട് എടുക്കാൻ താല്പര്യമുണ്ട് എന്നല്ല, അതിൻ്റെ സ്മെല്ലൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കോഴിമുട്ടയുടെ മഞ്ഞയും വെള്ളമൊക്കെ എടുത്തോളൂ കേട്ടോ. ഞാൻ അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു കോഴിമുട്ടയുടെ വെള്ളം മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനാവശ്യമായിട്ടുള്ള ഒരു നുള്ളു ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത 2 ടീസ്പൂണോളം മല്ലിയില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത 2 ടീസ്പൂണോളം തക്കാളിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഇങ്ങനെയുള്ള ഒരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, തക്കാളിയുടെ പുളിപ്പിളകാതെ ശ്രദ്ധിക്കുക കേട്ടോ. പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ഈ ഒരു മാവ് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തുന്നതിന് മുന്നേ കുറച്ച് ഓയിലൊന്ന് അതിൽ തടവി കൊടുക്കുക. എന്നിട്ട് കൈയുടെ ഈ ഒരു ഭാഗം വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. ഒരുപാട് നൈസാക്കി പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഏകദേശം പൊറോട്ടയ്ക്കൊക്കെ പരത്തിയെടുക്കുമല്ലോ, ആ ഒരു രീതിയിൽ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇനി ഇതേ സ്റ്റൗവിൽ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാൻ അത്യാവശ്യം നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് അതിലോട്ട് കുറച്ച് ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പരത്തി വെച്ച മാവ് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ഈ ഒരു മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒരു 1-2 ടീസ്പൂണോളം ഇതിൻ്റെ മുകളിലോട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊരു വശം ആയി കഴിഞ്ഞെന്ന് തോന്നിയാൽ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഇത് വേവിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടാനായിട്ട് പാടില്ല. ഇത് മൈദയൊക്കെ ആയതുകൊണ്ട് ഉള്ളി വെന്ത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വശവും നന്നായിട്ട് അങ്ങോട്ട് മൊരിയിച്ചെടുക്കുക. ഇതിൻ്റെ 2 വശവും നന്നായിട്ട് ഓയിൽ തടവി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും കേട്ടോ. എങ്കിലേ നമ്മുടെ ഈ ഒരു പൊറോട്ടയ്ക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. പിന്നെ 2 വശം ഇതുപോലെ നന്നായിട്ട് മുരിഞ്ഞെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് പതുക്കെ നമുക്ക് സ്റ്റൗവിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവെല്ലാം കൂടി ഈ ഒരു രീതിയിൽ, നമ്മൾ നേരത്തെ കാണിച്ച ഈ ഒരു രീതിയിൽ എല്ലാം നമുക്ക് അങ്ങോട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഉള്ളിൽ നല്ല ലെയറോട് കൂടിയും അതേപോലെ പുറമേ നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത് നല്ല ചൂടുണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കാനായിട്ട് വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. അത്രയും ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാതെ പോകരുത് കേട്ടോ. അതുപോലെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഞാനിടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.